നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലാബ് വികസനത്തിന്റെ പേരിൽ അഴിമതിയുടെ വൻ കുംഭകോണത്തിന് വഴിയൊരുങ്ങുന്നതായി ആരോപണം. ഡെപ്യൂട്ടി സൂപ്രണ്ട് വിളിച്ചു ചേർത്ത തീർത്തും ഔദ്യോഗിക യോഗത്തിലേക്ക് തൃശൂരിലെ സ്വകാര്യ ലാബ് നടത്തിപ്പുകാരനും ക്ഷണം. മെഡിക്കൽ കോളേജിൽ നിന്ന് 9 വർഷം മുമ്പ് വിരമിച്ച വ്യക്തിക്കാണ് യോഗത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം കത്തു നൽകിയത്. വൻ പ്രതിഷേധവുമായി HDS അംഗങ്ങൾ. സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും പരാതി. അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പലിന്റെ ഉറപ്പ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം. പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് കോടതി വിയൂർ ജില്ലാ ജയിലിൽ അടച്ച KSU നേതാക്കളെ സന്ദർശിച്ച് പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് നടക്കുന്നത് മർദ്ദന കിരാത ഭരണമെന്ന് ആരോപണം. കലോത്സവം അലങ്കോലമാക്കാൻ SFI സംഘടിത നീക്കം നടത്തിയതായി കുറ്റപ്പെടുത്തൽ. പോലീസിന്റെ അനാസ്ഥയാണ് അക്രമത്തിന് കാരണമെന്ന് ചെന്നിത്തല. വളരെ കുറച്ച് പോലീസ് ഓഫീസർമാരെ നിയോഗിച്ച് SFIയെ അഴിഞ്ഞാടാൻ വിട്ടതായും അക്രമം നോക്കിയിരിക്കില്ലെന്നും വെളിപ്പെടുത്തൽ. വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അത്യാധുനിക സംവിധാനം സ്കൈ ലിഫ്റ്റ് വടക്കാഞ്ചേരി ഡിവിഷനിലെത്തി. ജോലിക്കിടെ വൈദ്യുതാഘാതമേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകുമെന്ന് അധികൃതർ. മഴയിലും വെയിലിലും പോസ്റ്റിൽ കയറി അതിവേഗം തകരാറുകൾ പരിഹരിക്കാനാകും. സ്കൈ ലിഫ്റ്റ് വടക്കാഞ്ചേരിയിലെത്തിയത് തൃശൂർ ഡിവിഷനിൽ നിന്ന്. കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനിടെ സംഘർഷം. അറസ്റ്റിലായ KSU നേതാക്കൾക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. SFI പ്രവർത്തകരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് KSU നേതാക്കൾ മർദ്ദിച്ചതെന്ന് റിപ്പോർട്ടിൽ. മുളവടി, ഇരുമ്പ് പൈപ്പ് എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയത് വധശ്രമ കേസ്. പോലീസിന്റേത് ഏകപക്ഷീയ നടപടിയെന്നും കള്ളക്കേസെന്നും കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസ് ഉപരോധിച്ചു. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. ജില്ലയിൽ വീണ്ടും വൻലഹരി മരുന്ന് വേട്ട. പാവറട്ടിയിൽ 420 ഗ്രാം ചരസുമായി യുവാവിനെ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പുച്ചക്കുന്ന് സ്വദേശി 28-കാരൻ സന്ദീപാണ് പിടിയിലായത്. പിടികൂടിയ ചരസിന് വിപണിയിൽ ലക്ഷങ്ങളുടെ മൂല്യം. അതിരപ്പിള്ളിയിൽ വ്യാജ വാറ്റ് സംഘം വിലസുന്നു. 250 ലിറ്റർ വാഷ് പാറക്കെട്ടുകളിൽ നിന്ന് പിടിച്ചെടുത്തു. ഭരണഘടനയുടെ മഹത്വമറിയാത്തവർ രാജ്യം ഭരിക്കുന്നതാണ് വർത്തമാന കാലഘട്ടത്തിലെ വലിയ ദുരന്തമെന്ന് ജസ്റ്റിസ് BK കമാൽ പാഷ. കലാലയങ്ങളിൽ കുട്ടികൾ എന്ത് വേഷം ധരിക്കണമെന്ന് ചിലർ തീരുമാനമെടുക്കുന്ന അവസ്ഥ അങ്ങേയറ്റം ലജ്ജാകരം. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ധീര രക്തസാക്ഷിത്വത്തിന് 77 വർഷത്തിന്റെ തീരാവേദന. രാജ്യം മഹാത്മാഗാന്ധിക്ക് ഓർമ്മ പൂക്കളർപ്പിച്ചു. രക്തസാക്ഷിത്വ ദിനം ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ച് വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ്. കേരളവർമ്മ പൊതുവായനശാലയിൽ സെമിനാർ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും.
മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും രക്തസാക്ഷിത്വ ദിനാചരണം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി പഠനത്തോടൊപ്പം കായിക വിനോദത്തിനും മികച്ച സൗകര്യം. സ്പോർട്സ് കിറ്റ് വാങ്ങുന്നതിന് 2,20,000 രൂപയുടെ ചെക്ക് സമ്മാനമായി നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ഗെറ്റ് സെറ്റ് തൃശൂർ ക്യാമ്പയിന്റെ ഭാഗമായാണ് കിറ്റ് നൽകുന്നത്. പണം അനുവദിച്ചത് നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്ന്. മുനക്കടവ് തൊട്ടാപ്പ് ലൈറ്റ് ഹൗസ് ഭാഗത്ത് തീരത്തോട് ചേർന്ന് അനധികൃതമായി കരവലി നടത്തിയ ബോട്ട് മുനക്കടവ് കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് താലൂക്കിൽ പള്ളിവളപ്പിൽ വീട്ടിൽ അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള ഓസ്പ്ര എന്ന ഫിഷിംഗ് ബോട്ടാണ് പിടികൂടിയത്. അനധികൃത മത്സ്യബന്ധനം നടത്തിയിരുന്ന ബോട്ടിന് ലൈസൻസ് ഇല്ല. വൻതുക പിഴ ഈടാക്കി. പിടിച്ചെടുത്ത മത്സ്യത്തിനും പിഴ.